ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 ജൂൺ മാസം കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്ക് വന്നാൽ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണമാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ആദ്യം റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം പല ആളുകളുടെ കയ്യിലും അനർഹമായിട്ട് BPL കാർഡുണ്ട്. അത്തരത്തിൽ അനർഹമായി BPL കാർഡുള്ള ആളുകൾ ജൂൺ 30-നകം തന്നെ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസിൽ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ BPL കാർഡ് APL കാർഡായിട്ട് മാറ്റുന്നതായിരിക്കും. ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അനർഹമായിട്ട് BPL കാർഡ് കൈവശം വെച്ചതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും BPL കാർഡ് അനർഹമായിട്ട് കൈവശം വെക്കുന്നവരുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ BPL കാർഡിന് യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് APL കാർഡിലോട്ട് മാറ്റേണ്ടതാണ്. ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ജൂൺ 1-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ളവർക്കാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. വിക്ടേഴ്സ് ചാനൽ വഴിയാണ് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക. വിക്ടേഴ്സ് ചാനൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്നുമല്ല, ഈ ഒരു ജൂൺ 5-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങളുടെ മെയ് മാസത്തെ റേഷൻ അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റുകൾ ഇത് നിങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് മാസത്തെ റേഷനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റും ജൂൺ 5-ാം തീയതി വരെ ആയിരിക്കും വിതരണം ചെയ്യുക. ഇനി ആ ഡേറ്റ് നീട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു മെയ് മാസത്തെ റേഷനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റും വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ 7-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ മെയ് മാസത്തെ കിറ്റുകൾ വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത മാസമൊക്കെ അതിൻ്റെ വിതരണം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് തുടരുന്നതാണ്. പല സ്ഥലങ്ങളിലും കിറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സിൻഡിക്കേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ IFSC കോഡ് ജൂലൈ 1-നകം മാറും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജൂൺ അവസാനത്തോടു കൂടി സിൻഡിക്കേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ മാറിയിട്ടുള്ള IFSC കോഡ് അവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ ആ ഒരു പുതിയ IFSC കോഡ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ RBI പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റമുണ്ട്. ചെക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിനെ അറിയിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് തുക ആർക്കാണ് കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ജൂൺ 1-ാം തീയതി മുതൽ തന്നെ ബാങ്ക് ഓഫ് ബറോഡ നടപ്പിലാക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 50,000-ന് മുകളിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ബാധകമാവുക എന്നുള്ളതുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം, അതായത് നമ്മുടെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് അതുപോലെ തന്നെ പുതിയ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 31-നുള്ളിലായിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നിങ്ങളുടെ KYC ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസംബർ 31 വരെ സമയമുണ്ട്. അതിനുള്ളിലായിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ ജൂൺ 9-ാം തീയതി വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ബാങ്കുകൾ തിങ്കൾ, ബുധൻ, വെള്ളി ഈ ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക. വൈകിട്ട് 5 മണി വരെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതാണ്. UAE-യിൽ പ്രവാസികളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിൽ നിന്നുമുള്ള ആളുകൾക്ക് ജൂൺ 30 വരെ UAE യാത്രാ വിലക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ UAE-യിൽ നിന്ന് അവിടെയുള്ള ആളുകൾ ഇന്ത്യയിലോട്ട് വരാനും ഇന്ത്യയിലുള്ളവർക്ക് അവിടേക്ക് പോകാനും ജൂലൈ 30 വരെ സാധിക്കില്ല. അതായത് യാത്രാ വിലക്ക് ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജൂലൈ അല്ല, ജൂൺ 30 വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.